ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. 101% സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ വരും എന്ന കാര്യം ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 2024 മുതൽ 2016 വരെയുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണെന്ത്? പ്രോബ്ലം സോൾവിങ്, അതുപോലെ ക്രിയേറ്റിവിറ്റി. ഈ രണ്ട് ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 21ാമത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്ക്രൈബ് ദ സ്റ്റേജസ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ്ങിൻ്റെ സ്റ്റേജസ് ഏതൊക്കെയാണ്, പ്രോബ്ലം സോൾവിങ്ങിൻ്റെ സ്ട്രാറ്റജി എന്താണ്, ഇതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, എന്താ നോക്കാം. പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ മുമ്പിൽ ഒരു എന്താണ് പ്രോബ്ലം സോൾവിങ്? നമുക്ക് നോക്കാം. പ്രോബ്ലം സോൾവിങ് ഈസ് ദ ഡയറക്റ്റഡ് തോട്ട് process involved in person's effort to remove obstacles in the way to achieve a desired goal. സിമ്പിളായിട്ട് പറഞ്ഞാൽ അവൾക്ക് എന്തുണ്ട്, ഒരു ഗോള് അച്ചീവ് ചെയ്യണം. ഓക്കെ, അതിൽ എന്താണ്, ആ വ്യക്തിക്ക് ഈ ഗോളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട്, ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. ഈ ഒബ്സ്റ്റക്കിൾസിനെ ഇല്ലാതാക്കിക്കൊണ്ട് എങ്ങനെ ഗോൾ അച്ചീവ് ചെയ്യാം, അതാണ് ഒരു പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. നമ്മളെ മുമ്പിൽ ഉള്ള പ്രശ്നങ്ങൾക്കാണ് ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്ന് പറയുന്നത്. ഈ തടസ്സങ്ങളൊക്കെ ഇല്ലാതാക്കിയിട്ട് നമ്മളെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം. അതിന് പ്രോബ്ലം സോൾവിങ് എന്ന് പറയും. ഓക്കെ, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണങ്ങൾ ഇപ്പോൾ പറയുന്നില്ല, ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേജസ് ഓഫ് പ്രോബ്ലം സോൾവിങ് എന്ന് നോക്കാം. ഈ പ്രോബ്ലം സോൾവിങ്ങിന് വ്യത്യസ്ത സ്റ്റേജുകളുണ്ട്. ഈ പ്രോബ്ലം സോൾവിങ് തന്നെ വ്യത്യസ്ത സ്റ്റേജുകൾ തന്നെ വ്യത്യസ്ത രീതിയിൽ പറയപ്പെടുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റേജസ് എന്നൊക്കെ ഇതിന് പറയും. നമുക്ക് ആദ്യത്തെ 4 കോമ്പണൻസ് അല്ലെങ്കിൽ 4 സ്റ്റേറ്റ്സ് നമുക്ക് നോക്കാം. 4 മോളാസ് ഓഫ് കോമ്പണൻസ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് നമ്മൾ ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യനിലൊക്കെ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എനി പ്രോബ്ലം സോൾവിങ് ആക്ടിവിറ്റി ഹാസ് 4 സ്ട്രക്ചറൽ കോമ്പണൻസ് ദാറ്റ് ഡിഫൈൻ പ്രോബ്ലം സ്പേസ്. ഓക്കെ, ഈ എല്ലാ പ്രോബ്ലംസിനും എന്തുണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു സ്ട്രക്ചറൽ കോമ്പണൻസ് ഉണ്ടായിരിക്കും. ഒരു പ്രോബ്ലം നമ്മളെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറൽ കോമ്പണൻ്റ് ആയിരിക്കും. അതിന് പ്രോബ്ലം സ്പേസ് എന്നാണ് പറയാം. ഓക്കെ, ഇതിൽ വ്യത്യസ്ത സ്റ്റേജുകളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സോൾവ് ചെയ്യുന്നുണ്ട്. ഇനീഷ്യൽ ആൻഡ് ഒറിജിനൽ സ്റ്റേറ്റ്, വ്യത്യസ്ത സ്റ്റേറ്റ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മളെ മുമ്പിൽ വന്ന ഒരു പ്രോബ്ലം, ഓക്കെ, അതിന് ഫസ്റ്റ് സ്റ്റേറ്റ് ഉണ്ട്, ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് കണ്ടീഷനാണ്. അതായത് നമ്മളെ മുമ്പിൽ ഒരു ഉദാഹരണം പറയണം, ഒരു പ്രോബ്ലം ഉദാഹരണം എന്താ പറയുക. മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന ഒരു ഉദാഹരണമാണ്, നമ്മളെ കിച്ചണിൽ ഒരു പൈപ്പ് കേടുന്നു. നമ്മളെ വീട്ടിലെ കിച്ചണിലെ പൈപ്പ് പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു പ്രോബ്ലമാണ്, അതിന് സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രോബ്ലം നമ്മൾ മുമ്പിൽ വന്നു, ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രവർത്തനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതിനാണ് എന്ത് പറയുക, ഇനീഷ്യൽ അല്ലെങ്കിൽ ഒറിജിനൽ സ്റ്റേജ് എന്ന് പറയാം. ദിസ് ഈസ് ദ സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ഓർ ദ സിറ്റുവേഷൻ ദാറ്റ് പ്രിവെയിൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് പ്രോബ്ലം സോൾവിങ് ടാസ്ക്. നമ്മളെ മുമ്പിൽ എന്താണുള്ളത്, നമ്മൾ കിച്ചണിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയെന്ന് കരുതാം. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു, പൈപ്പ് പൊട്ടി. അപ്പോൾ നമ്മളെ മുമ്പിൽ എന്ത് ചെയ്തു, ഒരു ഇഷ്യൂ വന്നല്ലോ. പൊട്ടിയ പൈപ്പ് നന്നാക്കാതെ നമുക്ക് ബാക്കി വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഇനീഷ്യൽ അല്ലെങ്കിൽ ഒറിജിനൽ സ്റ്റേറ്റ് വന്നു. അതാണ് ഒറിജിനൽ സ്റ്റേറ്റ് എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേജ്
എക്സ്ക്യൂസ് മീ സാറേ, ഇത് തന്നെയാണ് ഈ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ പറയുന്നത്. യെസ് യെസ് യെസ്. ഇതിന് വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത സൈക്കോളജിസ്റ്റ് വ്യത്യസ്ത രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഈ രീതിയിലാണ്, മറ്റൊരു സ്റ്റേറ്റ് പറയുന്ന സമയത്ത് വ്യത്യസ്ത രീതിയിൽ പറയും. ഓക്കെ, പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷനും ഇത് തന്നെയാണ്. ഓക്കെ, അത് പറയുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഞാൻ ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ ഈ പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിൽ വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. ഇവിടെ നമ്മൾ ഈ ഉദാഹരണം വെച്ച് മുന്നോട്ട് പോകാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ എന്താണ്, ഒരു ഇഷ്യൂ നമ്മളെ മുമ്പിൽ വന്നു. ഇതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേറ്റ്. ഓക്കെ, രണ്ടാമത്തെ ഓപ്പറേറ്റേഴ്സ്. രണ്ടാമത്തെ ഘട്ടമാണെന്ത്, ഓപ്പറേറ്റേഴ്സ് എന്ന ഘട്ടം. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. These are moves and actions permitted to transform the problem from one state to another. They manipulate elements involved in the problem. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റിൽ, ഇനീഷ്യൽ സ്റ്റേറ്റിൽ നമ്മൾ മുമ്പിലൊരു പ്രോബ്ലം വന്നു, പ്രോബ്ലത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു. ആ പ്രോബ്ലം ടാസ്കിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇഷ്യൂ നമ്മളെ മുമ്പിൽ വന്നല്ലോ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, കുറേ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനാണത് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പൈപ്പ് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു നോക്കുന്നു, വാൽവ് അങ്ങോട്ട് മാറ്റുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്. ഓക്കെ, ഇതൊക്കെ ഒരേ സമയത്ത് നടക്കുന്ന പ്രവർത്തനമാണ്. ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പുകളൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ പറയുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, 4 പാർട്ടുകളായിട്ട് വിശദീകരിക്കുകയാണ്. അതാണ് ഇത്ര സമയം പിടിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് ക്വിക്ക്ലി നടക്കുന്ന ഘട്ടമാണ്. പിന്നെ സൈക്കോളജിസ്റ്റ് പറയുന്നത് ചില പോയിന്റുകൾ, ചില സ്റ്റേജുകൾ ഇതിൻ്റെ ഇടയിൽ ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ്റർമീഡിയറ്റ് പ്രോബ്ലം സ്റ്റേറ്റ് മൂന്നാമത്തെ സ്റ്റേറ്റ് ആണ് ഇൻ്റർമീഡിയറ്റ് പ്രോബ്ലം സ്റ്റേറ്റ്. ദീസ് ആർ എനി ടെമ്പററി സ്റ്റേറ്റ്സ് ജനറേറ്റഡ് ബൈ അപ്ലൈയിങ് ആൻ ഓപ്പറേറ്റർ ടു ദ സ്റ്റേറ്റ് വൈൽ ദ പാത്ത് ഓഫ് ഫൈനൽ ഗോൾ. നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത്, റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം. ഇപ്പോൾ പൈപ്പ് പൊട്ടി, അപ്പോൾ താൽക്കാലികമായിട്ട് നമുക്കൊരു ടെമ്പററി സ്റ്റേറ്റ്, ഇപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, പൈപ്പ് പൊട്ടി വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, അപ്പോൾ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യൂലേ, അതിനാണെന്ന് പറയാം രണ്ടാമത്തെ സ്റ്റേജ് പറഞ്ഞത് ഓപ്പറേറ്റർ സ്റ്റേറ്റ് എന്ന് പറയാം. നമ്മൾ കുറേ വാൽവ് നോക്കാനും അവിടെ ഇവിടെ താൽക്കാലികമായിട്ട് എന്ത് ചെയ്തു, നമ്മൾ വാൽവ് ഓഫ് ചെയ്തു, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അതിൻ്റെ കുറച്ച് തുണി പൈപ്പിൻ്റെ ഉള്ളിൽ തിരുകി വെച്ചു. അപ്പോൾ എന്താണ്, ഒരു ടെമ്പററി സ്റ്റേറ്റ് ആണ് അല്ലേ. അതിലൂടെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഫൈനൽ സൊല്യൂഷനിലേക്കുള്ള ഒരു വഴി മാത്രമാണ്, ഫൈനൽ സൊല്യൂഷനിൽ എത്തിയിട്ടില്ല. ഓക്കെ, പിന്നെ ഗോൾ അല്ല എൻഡ് സ്റ്റേറ്റ്. ഇത് അവസാനത്തെ സ്റ്റേറ്റ് ആണ്. ഈ സ്റ്റേറ്റിലാണ് ഏറ്റവും നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഫൈനൽ സ്റ്റേറ്റിൽ എന്ത് ചെയ്യുക, നമ്മൾ എത്തുക. അപ്പോൾ അതിന് നമ്മൾ വാൽവ് തൽക്കാലം പൂട്ടി, എന്നതിന് ശേഷം കടയിൽ പോയിട്ട് നമ്മൾ പുതിയ പൈപ്പ് വന്നിട്ട് വാങ്ങിയിട്ട് ഇത് എന്ത് ചെയ്തു, ഫിറ്റ് ചെയ്തു. ഓക്കെ, അതാണ് നമ്മളെ ഗോൾ സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നപ്പോൾ ഒരു പ്രോബ്ലം നമ്മളെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പ്രോബ്ലത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യും. അതിനുശേഷം ഈ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കുറേ മാറ്റങ്ങൾ വരും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യും. ആ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ താൽക്കാലിക ഒരു ടെമ്പററി സ്റ്റേറ്റിലെത്തും. തൽക്കാലം വെള്ളം നിന്നുണ്ട്. ആ സ്റ്റേറ്റാണ് ഇൻ്റർമീഡിയറ്റ് പ്രോബ്ലം സ്റ്റേറ്റ് എന്ന് പറയാം. പിന്നെ അത് നമ്മൾ അതിന് ശേഷം പൈപ്പ് മാറ്റിയിടുകയാണെങ്കിൽ എന്താണ്, ഗോൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ എൻ സ്റ്റേറ്റ് ആയി. ഓക്കെ, ഇതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഓക്കെ ഇതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട സ്റ്റേജസ് ഓഫ് പ്രോബ്ലം സോൾവിങ് എന്ന ഒന്നാമത്തെ രീതി. ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പറയാം കേട്ടോ. ഇത് കൊണ്ടുവന്ന ആളെ പേരും ഇതാരാണ് ഇത് ഡെവലപ്പ് ചെയ്തത്, ഇതിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ വരാനുണ്ട്. ആ സമയത്ത് പറയാം. ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു കോമൺ ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത രണ്ടാമത്തെ ഒരു സ്റ്റേജാണ്. നേരത്തെ നമ്മൾ സ്ട്രക്ചറായിരുന്നു. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഓർമ്മ ഉണ്ടോ? കോഗ്നിറ്റീവ് സൈക്കോളജിയെ 2 രീതിയിൽ ആളുകൾ പഠിച്ചിരുന്നു. സ്ട്രക്ചറൽ ബേസിലും പഠിച്ചിരുന്നു, സ്ട്രക്ചറൽ ബേസിലും പഠിച്ചിരുന്നു, പ്രോസസ്സിൻ്റെ ബേസിലും പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഈ സ്ട്രക്ചറൽ ബേസിൽ
ഉള്ള ഒരു സ്റ്റേജാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി പ്രോസസ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്റ്റേജാണ് പറയുന്നത്. ഈ വാക്കുകൾ ഇതേപോലെ പഠിച്ചു വെക്കാം. ഓക്കെ, എസ്പെഷ്യലി ജസ്റ്റാൾഡ് സൈക്കോളജിസ്റ്റ് ആണ് ഇങ്ങനെ ഇങ്ങനെ 4 സ്റ്റേജുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒന്നാമതാണ് പ്രിപ്പറേഷൻ സ്റ്റേജ്. ഓക്കെ, നമ്മളൊരു പ്രോബ്ലം നമ്മളെ മുമ്പിൽ വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ മുമ്പിൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഞാൻ ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം, ടീച്ചർ ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം എനിക്ക് തന്നു. അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു പ്രോബ്ലം ഡെവലപ്പ് ചെയ്തു, അല്ലേ? ഒരു പ്രോബ്ലം ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പ്രോബ്ലം a+b ഇൻറ്റു a-b. ഇതിൽ എൻ്റെ വാല്യൂ 10 ആണ്, ബീൻ്റെ വാല്യൂ 5 ആണ്. ഇതൊരു പ്രോബ്ലം നമ്മൾ തന്നു. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ തന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജ് ഉണ്ടാവുന്നുണ്ട്, അല്ലേ? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഇനീഷ്യൽ സൊല്യൂഷൻ എന്താണ്, ഓരോ ഘട്ടങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനാണ് എന്ത് പറയുക, പ്രിപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയാം. ഇപ്പം നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്, ഇത് ഏത് രീതിയിൽ സോൾവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബോർഡ് മാസ് എന്നൊക്കെ നമ്മൾ പണ്ട് കേട്ടില്ലേ? ഇപ്പോൾ ആദ്യം ബോർഡ് മാസ്, ഇങ്ങനെയുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യും. ആദ്യം ബ്രാക്കറ്റ് യൂസ് ചെയ്യും, പിന്നെ അങ്ങനെ ഓരോന്ന് യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ. ഇതിനെക്കുറിച്ചൊരു പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കും. അതിനാണ് എന്ത് പറയുക, പ്രിപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ച് നല്ല ഒരു വേറെ എക്സാമ്പിൾ, ഇത് മാത്തമാറ്റിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് ഇത് സ്ട്രക്ചറൽ പ്രോസസ്സ് അല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ എന്താ എക്സാമ്പിൾ പറയാം, അപ്പോൾ കോളേജിൽ ഒരു വലിയ സംഘർഷം നടക്കുകയാണ്. ഓക്കെ, ഒരു പ്രോസസ്സിന് എക്സാമ്പിൾ, നേരത്തെ സ്ട്രക്ചർ അല്ലേ പറഞ്ഞത്. കോളേജിൽ വലിയ സംഘർഷം നടക്കുകയാണ്. ഫസ്റ്റ് ഇയേഴ്സും ഫൈനൽ ഇയേഴ്സും തമ്മിലാണ് സംഘർഷം. അത് ഞാൻ പ്രിൻസിപ്പളാണ്. അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു പ്രോബ്ലം ജനറേറ്റ് ചെയ്തു. കോളേജിൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലം ഫസ്റ്റ് ഇയേഴ്സും ഫൈനൽ ഇയേഴ്സും തമ്മിലാണ് സംഘർഷം നടക്കുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം നമ്മളെ മുമ്പിൽ വന്നു, നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന്. അപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് സാധാരണ കോളേജിൽ സംഘർഷം ഉണ്ടാവാറുണ്ട്. നിസ്സാരമായ കാര്യങ്ങൾക്കൊക്കെ കുട്ടികൾ എന്ത് ചെയ്യുക, സംഘർഷത്തിൽ ഏർപ്പെടുക. മുമ്പ് ഇപ്പോൾ ലാസ്റ്റ് സംഘർഷത്തിൽ ഏർപ്പെട്ടത് ഒരു കുട്ടി ഒരു കുട്ടിയെ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ഷെയർ ചെയ്തോ, അങ്ങനെ ഇഷ്യൂലാണ്. അതിനു മുമ്പ് ഉണ്ടായത് നോക്കിയതിൻ്റെ പേരിലാണ്. അപ്പോൾ അങ്ങനെ നിസ്സാരമായ എന്തെങ്കിലും കാര്യത്തിലേക്കാരും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ പ്രിൻസിപ്പളിന് മുമ്പിൽ ഈ കേസ് വന്നു. പ്രിൻസിപ്പളിന് മുമ്പിൽ ഒരു പ്രശ്നം വന്നല്ലോ, അത് പ്രോബ്ലമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ പ്രിൻസിപ്പൾ അതുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യും. ആരാണ്, ഏത് ക്ലാസ്സിലെ കുട്ടിയാണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്, എന്തായിരുന്നു പ്രശ്നം. ഓക്കെ, ഇത് ഒരു സൊല്യൂഷന് വേണ്ടിയുള്ള തുടക്കമാണ്, അല്ലേ? അപ്പോൾ രണ്ട് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയും വിളിച്ചു വരുത്തിയിട്ട് നമുക്ക് പലതരത്തിലുള്ള ഇതിനൊരു പരിഹാര ചർച്ചകളൊക്കെ നമ്മൾ നടത്തും. ഓക്കെ, അങ്ങനെ നമ്മൾ പ്രിൻസിപ്പൾ നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ ഒരുപാട് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, അങ്ങനെ ചിന്തിച്ച് ഒരു സൊല്യൂഷനിൽ അപ്പോഴും എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രിപ്പറേഷൻസ് ചെയ്യും, പ്രിൻസിപ്പാൾ ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് കുട്ടികളോട് ചർച്ച ചെയ്യും, അതുമായി പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മനസ്സിലാക്കും. ഇപ്പോൾ കോളേജിൽ ഒരുപാട് CCTV ക്യാമറകളുണ്ട്. ഈ CCTV ക്യാമറകൾ പരിശോധിച്ചിട്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കും. ഇങ്ങനെ കുറേ ഇതൊക്കെ പ്രിപ്പറേഷൻ സ്റ്റേജിൽ വരുന്നതാണ്. ഓക്കെ, ഒരു നിലക്കും അതിനൊരു പരിഹാരം അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല എന്ന് കരുതുക. ഈ സ്റ്റേജിൽ പരിഹാരം കണ്ടെത്തുന്നില്ല, അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റേജാണ്. രണ്ടാമത്തെ സ്റ്റേജിൽ ഇൻക്യുബേഷൻ സ്റ്റേജിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹം അൺകോൺഷ്യസ് മൈൻഡിലേക്ക് ഈ ടാസ്കിനെ നീക്കിയിട്ട് അദ്ദേഹം ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അതിന് അദ്ദേഹത്തിന് ഒരു ക്ലിയർ സൊല്യൂഷൻ കിട്ടിയിട്ടില്ല. ദ സൊല്യൂഷൻ ഈസ് നോട്ട് യെറ്റ് ക്ലിയർ ആൻഡ് ദ സബ്ജക്റ്റ് മസ്റ്റ് ടെമ്പററിലി സ്റ്റോപ്പ് വർക്കിംഗ് ഓൺ ദ പ്രോബ്ലം ഇനീഷ്യലി. പ്രിൻസിപ്പൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മൈൻഡ് ഒന്ന് ഫ്രീ ആക്കി വെച്ചു. ഓക്കെ, മൈൻഡ് ഒന്ന് ഫ്രീ ആക്കിയിട്ട്
ഈ ഇഷ്യൂ, ഈ ടാസ്കിനെ എന്ത് ചെയ്തു, താൽക്കാലികം അൺകോൺഷ്യസ് മൈൻഡിലേക്ക് മാറ്റി വെച്ചു. അതിനാണ് എന്ത് പറയുക, ഇൻക്യുബേഷൻ സ്റ്റേജ് എന്ന് പറയാം. മൈൻഡിനെ ഫ്രീ ആക്കുക. മൂന്നാമത്തെ സ്റ്റേജ് ഇല്ലുമിനേഷൻ സ്റ്റേജ്. ഓക്കെ, ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ വിശദീകരിക്കാം. ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇല്ലുമിനേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം മൈൻഡിനെ ഫ്രീ ആക്കിയ സമയത്ത് അദ്ദേഹത്തിന് സഡൻലി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫ്ലാഷ് ഇൻസൈറ്റ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ, ഒരു ഇന്ന മാർഗത്തിലൂടെ പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ആ മൂമെൻറ്റ് വരുമല്ലോ അല്ലേ. അതായത് അദ്ദേഹത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം അദ്ദേഹത്തിന് മുമ്പിലില്ല. അദ്ദേഹം എന്ത് ചെയ്തു, അതിനെ ഫ്രീ ആക്കി ഇൻക്യുബേഷൻ സ്റ്റേജിലിട്ടു. അതിനുശേഷം സഡൻലി അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഒരു 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 വിഷയം എന്ത് ചെയ്യും, ഒരു ഇൻസൈറ്റ് കിട്ടും. അതിനാണ് എന്താ പറയുക, ഇല്ലുമിനേഷൻ സ്റ്റേജ് എന്ന് പറയാം. നമുക്ക് ഇതിനൊരു പരിഹാരം നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സൊല്യൂഷൻ, ഒരു ഐഡിയ, ഒരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും, എമർജ് ചെയ്ത് വരും. അതിന് ഇല്ലുമിനേഷൻ സ്റ്റേജ് എന്ന് പറയും. പിന്നെ അടുത്ത വെരിഫിക്കേഷൻ സ്റ്റേജ്. വെരിഫിക്കേഷൻ സ്റ്റേജ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ അദ്ദേഹത്തിന് കിട്ടിയ സൊല്യൂഷൻ, ഈ സംഘർഷത്തിന് പരിഹാരമായിട്ട് ഈ കാര്യം ചെയ്തേക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കുട്ടിയുടെ കാറ് എന്താണ്, ജൂനിയറായിട്ടൊരു കുട്ടിയുടെ കാറ് സീനിയറായൊരു കുട്ടി വരച്ചു, അതാണ് പ്രശ്നം എന്ന് കരുതാം. അപ്പോൾ എന്ത് ചെയ്യാം, പാരൻസിനെ വിളിച്ചു വരുത്താം, അല്ലെങ്കിൽ പോലീസുകാരോട് കംപ്ലൈൻറ്റ് കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ആ വ്യക്തി കിട്ടി. അപ്പോൾ അത് വെരിഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ ആ പ്രശ്നം, ആ സൊല്യൂഷൻ ഇദ്ദേഹത്തിന് കിട്ടി. അതിൻ്റെ വെരിഫിക്കേഷൻ സ്റ്റേജിനെയാണ് എന്താ പറയുക, വെരിഫിക്കേഷൻ എന്ന് പറയാം. ഇദ്ദേഹം എന്ത് ചെയ്യുക, ഇത് ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ട്രൈ ചെയ്യും, അല്ലെങ്കിൽ ചെക്ക് ചെയ്യും. ഇത് ചെക്ക് ചെയ്തിട്ട് എഫക്റ്റീവ് ആണോ അല്ലേ എന്ന് മനസ്സിലാക്കും. ഇതിനാണെന്ത് പറയാം, വ്യത്യസ്ത സ്റ്റേജുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ രണ്ട് തരത്തിലുള്ള സ്റ്റേജ് ഇവിടെ പഠിച്ചു. ഒന്ന് സ്ട്രക്ചറൽ സ്റ്റേജും ഒന്ന് പ്രോസസ്സിൻ്റെ ബേസിലുള്ള സ്റ്റേജുമാണ്. ഈ വാക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ഇനി സ്ട്രാറ്റജീസ് ആൻഡ് ടെക്നിക്സ് ഓഫ് പ്രോബ്ലം സോൾവിങ്. നമുക്ക് നമ്മളെ മുമ്പിൽ ഒരുപാട് പ്രോബ്ലംസ് വരും. പ്രോബ്ലംസ് വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ വ്യക്തിപരമായ ജീവിതത്തിൽ വരുന്ന പ്രോബ്ലംസ് ആവാം, മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ആവാം, നമ്മുടെ വീട്ടിൽ ഡെയിലി ഉണ്ടാകുന്ന പ്രോബ്ലം, ഇതൊക്കെ പ്രോബ്ലംസ് ആണ് കേട്ടോ. ഇതിൻ്റെ പരിഹാരമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്? ഇതിന് രണ്ട് തരത്തിലുള്ള സ്ട്രാറ്റജീസ് ആണ് എന്ത് ചെയ്യുന്നത്, കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാവുന്നതാണ് അൽഗോരിതം. ഓക്കെ, ഈ അൽഗോരിതം രണ്ടാമത്തേതാണെന്ത്, ഹ്യൂറിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടാവും. അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഈ അൽഗോരിതത്തിലൂടെ നമുക്ക് ഒരു സൊല്യൂഷനിലായിട്ട് ഉറപ്പായിട്ടും സൊല്യൂഷനിൽ എത്താൻ പറ്റുന്ന ഇതിനെയാണ് എന്താ പറയാം, അൽഗോരിതം എന്ന് പറയാം. അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അൽഗോരിതം ഈസ് എ സ്പെസിഫിക് പ്രോസസ് ആൻഡ് സ്റ്റെപ്പ് വൈസ് പ്രോസസ് ദാറ്റ് എൻഷുർ കറക്റ്റ് സൊല്യൂഷൻ ഇഫ് ദ വെൽ ഡിഫൈൻഡ് റൂൾ ഈസ് പ്രോപ്പർലി ഫോളോഡ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പറയണം. ഇപ്പോൾ മാത്തമാറ്റിക്കൽ ഒരു ഇപ്പോൾ ഒരു വൃത്തത്തിൻ്റെ എന്താണ് ചുറ്റളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, കറക്റ്റ് ഓർമ്മ കിട്ടും, πr സ്ക്വയർ ആണെന്ന് തോന്നുന്നു. πr സ്ക്വയർ കുറേ മുമ്പ് പഠിച്ചത് ഓർമ്മയില്ല. ആ വൃത്തത്തിൻ്റെ ചുറ്റളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ ആണെന്ന് കരുതാം, ഏതാണെന്ന് ഓർമ്മയില്ല. അപ്പം ഹലോ, ഏരിയ ആണ്. ഓക്കെ ഓക്കെ, ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ്. അപ്പം നമ്മളെ മുമ്പിൽ ഈ വൃത്തത്തിൻ്റെ ഏകദേശം അളവ് തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏരിയ കണ്ടെത്താൻ വേണ്ടി ഇക്വേഷനാണ് πr സ്ക്വയർ. അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണല്ലേ. പൈക്ക് ഒരു കൃത്യമായിട്ടുള്ള വാല്യൂ ഉണ്ട്, 6 സ്ക്വയർ. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെ ഇതിൻ്റെ ഏരിയ കൃത്യമായിട്ട് കണക്കാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനാണ് എന്താ പറയുക, അൽഗോരിതം എന്ന് പറയാം. ഈ സ്റ്റെപ്പിലൂടെ ഒരു മിസ്റ്റേക്കും വരാതെ വെൽ ഡിഫൈൻഡ് റൂളിലൂടെ ഇത് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇതിനാണ് എന്താ പറയാം, അൽഗോരിതം എന്ന് പറയാം. അൽഗോരിതത്തിലൂടെ നമുക്ക് ഒരു കൃത്യമായ ഉത്തരം ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അതിനാണ് അൽഗോരിതം എന്ന് പറയാം. എന്നാൽ അതിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ മതി. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, റൂൾ ഓഫ് തമ്പാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഹ്യൂറിസ്റ്റിക്സ് ആർ ജനറൽ സജഷൻസ് or rule of thumb that are useful for solving variety of problems but do not guarantee correct solution. ഇപ്പം നമ്മളെ മുമ്പിൽ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ കോളേജിൽ
നിരന്തരമായിട്ട് സംഘർഷം നടക്കുന്നുണ്ട്. സംഘർഷം എന്ന് പറയാൻ കാരണം എൻ്റെ കോളേജിൽ നിരന്തരമായി സംഘർഷം നടക്കുന്നതുകൊണ്ട് അത് എടുത്തു പറഞ്ഞതാണ്. എല്ലാ വർഷവും എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ മാസങ്ങളിലും കോളേജിൽ സംഘർഷം ഉണ്ടാവും. അപ്പോൾ പ്രിൻസിപ്പളെ മുമ്പിൽ ഒരു പ്രോബ്ലമായിട്ട് ഇത് വന്നു. ഈ സംഘർഷം എങ്ങനെ ഇല്ലാതാക്കാം? ഇതെന്താണ്? നമുക്ക് ഒരു ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിലൂടെ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം അല്ല. അതൊരു ജനറൽ പ്രോബ്ലമാണ്. അതിന് വിശാലമായ തലങ്ങളുണ്ടായിരിക്കും. അതിന് കുട്ടികളുടെ ഈഗോ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അതുപോലെ ഒരുപാട് ജൂനിയർ സീനിയർ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അങ്ങനെ കോളേജിൻ്റെ വ്യത്യസ്ത തലങ്ങളെ കണക്ട് ചെയ്യുന്നൊരു പ്രോബ്ലമാണത്. അതിനൊരുപാട് ഹ്യൂറിസ്റ്റിക്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അതിലൂടെ പല രീതികളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഇതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ഇക്വേഷൻ ആവില്ല. അപ്പം വ്യത്യസ്ത തരത്തിലുള്ള ഹ്യൂറിസ്റ്റിക്സുകളുണ്ട്. ഈ ഹ്യൂറിസ്റ്റിക്സുകൾ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ജനറൽ സജഷൻസ്. ഇങ്ങനെ ചെയ്താൽ ശരിയായേക്കാം, അങ്ങനെ ചെയ്താൽ ശരിയായേക്കാം, അങ്ങനെ ചില സജഷൻസിനാണ് എന്ത് പറയാം, ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയാം. ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? സൊല്യൂഷനിൽ എത്തിച്ചേരാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ചില സജഷൻസ് നമുക്ക് നോക്കാം. ഒന്നാണ് മീൻ എൻഡ് അനാലിസിസ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹ്യൂറിസ്റ്റിക്സ് ആണെന്ത്? മീൻ ടു എൻഡ് അനാലിസിസ്. ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇത് സാധാരണ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഹ്യൂറിസ്റ്റിക്സ് ആണ്. ഇതെന്താന്ന് നമുക്ക് നോക്കാം. Okay, the problem is divided into sub-problems. The operator continuously identifies the difference between the current state and goal state and seek operator to reduce this difference. ഇവിടെ മീൻ എൻഡ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഓപ്പറേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ആൾ. ഇവിടെ നമ്മൾ 2 സ്റ്റേജ് ഉണ്ട് അല്ലേ? പ്രോബ്ലം സ്റ്റേജ്, ഇത് പ്രോബ്ലമാണ്. ഓക്കെ, ഇത് സൊല്യൂഷനാണ്. ഉദാഹരണമായിട്ട് നമ്മൾ കോളേജിൽ സംഘർഷം നടക്കുന്നു. അപ്പോൾ എന്താണ്? കോൺഫ്ലിക്റ്റ്. ഇതാണിത് പ്രോബ്ലം എന്ന് പറയുന്നത്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പീസാണ്. അപ്പോൾ പ്രോബ്ലം സൊല്യൂഷനും നമുക്ക് ആദ്യം മനസ്സിലായി. അപ്പോൾ ഈ പ്രോബ്ലം സൊല്യൂഷനും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഇനി കോൺഫ്ലിക്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പല ജൂനിയർ സീനിയർ ഇഷ്യൂ, അതുപോലെ ഈഗോ പ്രോബ്ലംസ്, അങ്ങനെ എന്താണ് ഈ പ്രോബ്ലംസിനെ സബ് ഡിവൈഡ് ചെയ്യുന്നു. പലതരത്തിൽ പല കാറ്റഗറൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സബ് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ആൾ ഇതിൻ്റെ ഇടയിലുള്ള ഡിഫറൻസിനെ, അതായത് പ്രോബ്ലത്തിൻ്റെയും സൊല്യൂഷൻ്റെയും ഇടയിലുള്ള ഡിഫറൻസിനെ താരതമ്യം ചെയ്ത് നോക്കുകയും അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിഫറൻസ് കുറക്കാനുള്ള മാർഗം കണ്ടെത്തുകയും ചെയ്യുന്നു. അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സൊല്യൂഷനിൽ എത്തിച്ചേരാം. അതാണ് ഇവിടെ മീൻ എൻഡ് അനാലിസിസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിമ്പിളാണ്. രണ്ടാമത്തത് വർക്കിംഗ് ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. നമ്മൾ പ്രോബ്ലം നമ്മളെ മുമ്പിലുണ്ട്, സൊല്യൂഷൻ നമ്മളെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിൽ നിന്ന് സൊല്യൂഷനിലേക്ക് സഞ്ചരിക്കുന്നതിന് പകരം സൊല്യൂഷനിൽ നിന്ന് പ്രോബ്ലത്തിലേക്ക് ബാക്ക്വേർഡ് സഞ്ചരിക്കുക. അത് നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുട്ടികളെ ഇപ്പോൾ നമ്മൾ എന്താണ് കളിക്കൊടുക്കുക, ഇങ്ങനെ ബാലഭൂമി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്തുണ്ടാവും, ഒരാൾക്ക് വീട്ടിലേക്ക് എത്തിച്ചേരാനുള്ള വഴി കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കുറേ വഴികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇയാളാണ് ആൾ. ഇയാളെടുത്ത് എന്ത് ചെയ്യണം, ഈ വീട്ടിലേക്ക് എത്തിച്ചേരാനുള്ള വഴി കണ്ടെത്തണം. അപ്പോൾ നമ്മളിങ്ങനെ പല വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് വീട്ടിൽ ഇങ്ങനെ ഇടയിലൂടെ എത്തിയിട്ട് വീട്ടിലെത്തും. അപ്പം ഇതിനേക്കാൾ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, വഴിയിൽ നിന്ന് തിരിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് എത്താനുള്ള മാർഗം ഉണ്ടായിരിക്കും. ഒരു ഉദാഹരണം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. എൻഡിൽ നിന്ന് സ്റ്റാർട്ടിലേക്ക് റിവേഴ്സ് പോന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ എന്താൻ പറ്റും, വഴിയിൽ എത്തിച്ചേരാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനാണ് വർക്കിംഗ് ബാക്ക്വേർഡ് എന്ന് പറയാം. ഓക്കെ, അടുത്താണ് അനലോജി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. യൂസിങ് ദ എക്സ്പീരിയൻസ് ഓർ സ്ട്രാറ്റജീസ് യൂസ്ഡ് ടു സോൾവ് പാസ്റ്റ് പ്രോബ്ലംസ്. ഇപ്പം നമ്മളെ മുമ്പിൽ ഇപ്പോൾ നേരത്തെ കോളേജിൽ സംഘർഷം ഉണ്ടായി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. കഴിഞ്ഞ വർഷവും സംഘർഷം ഉണ്ടായിരുന്നു. ഈ 3 സ്റ്റെപ്പാണോ പറഞ്ഞത്? അതായത് പ്രോബ്ലം സോൾവിന് 2 സ്റ്റെപ്പ്, അൽഗോരിതം, ഹ്യൂറിസ്റ്റിക്കും. അതെ. ഇപ്പൊ ഞാൻ പറയുന്നത് സ്റ്റെപ്സ് അല്ല പറയുന്നത്. ഇപ്പോൾ വിവിധ തരത്തിലുള്ള ഹ്യൂറിസ്റ്റിക്സുകളാണ് പറയുന്നത്. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മെത്തേഡുകൾ. ഹ്യൂറിസ്റ്റിക് മെത്തേഡുകൾ, ഒന്നാമത്തെ മീൻ എൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ്.
അടുത്തത് പറഞ്ഞത് നമ്മൾ വർക്കിംഗ് ബാക്ക്വേർഡ് മറ്റൊരു ഹ്യൂറിസ്റ്റിക് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, അനലോജി എന്ന് പറഞ്ഞാൽ മറ്റൊരു, ഇതൊക്കെ ഓരോ മെത്തേഡുകളാണ്. സ്റ്റെപ്സും ക്ലിയർ ആയി സർ. സ്റ്റെപ്സും സ്റ്റേജും നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അടുത്ത നമ്മൾ സൊല്യൂഷനിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മളെ പ്രീവിയസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പാസ്റ്റ് മുമ്പ് നമ്മൾ കോളേജിൽ ഒരു സംഘർഷം ഉണ്ടായ സമയത്ത് എന്ത് ചെയ്തു, അതേ സിമിലർ പ്രോബ്ലം വീണ്ടും വന്നു, കോളേജിൽ വീണ്ടും സംഘർഷം ഉണ്ടായി. അപ്പോൾ അതേ മെത്തേഡ് തന്നെ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അതിനാണ് അനലോജി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് ജനറേറ്റ് ആൻഡ് ടെസ്റ്റ്. ഇത് കുറച്ചും കൂടെ സിമ്പിളാണ്. generating possible solutions and systematically or unsystematically testing them until we meet a required criteria. അപ്പോൾ നമ്മൾ മുമ്പിൽ നമ്മൾ പ്രോബ്ലം നമ്മളെ മുമ്പിലുണ്ട്, സൊല്യൂഷൻ നമ്മളെ മുമ്പിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ മെത്തേഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള മെത്തേഡുകൾ നമ്മൾ ആദ്യം ലിസ്റ്റ് ചെയ്യുന്നു. ആദ്യം ഒരു മെത്തേഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു, പിന്നെ അടുത്ത മെത്തേഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അങ്ങനെ ഓരോ മെത്തേഡുകളും ടെസ്റ്റ് ചെയ്തിട്ട് എഫക്റ്റീവ് ഏതാണോ എന്ന ആ ക്രൈറ്റീരിയാസൊക്കെ അംഗീകരിക്കുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള ഏതാണോ, ഏതിലൂടെയാണ് സൊല്യൂഷനിൽ എത്തിച്ചേരാൻ പറ്റുന്നത് നോക്കിയിട്ട് സൊല്യൂഷനിൽ എത്തിച്ചേരുക. അതിനാണ് ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാനിങ് സ്ട്രാറ്റജി, ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. ഡിവൈഡിങ് ദ പ്രോബ്ലം ഇൻറ്റു സ്മാൾ ആസ്പെക്ട്സ് ആൻഡ് കോംപ്ലക്സ് ആസ്പെക്ട്സ്, സോൾവിങ് ദ സിമ്പിൾ പാർട്ട് ഫസ്റ്റ് ആൻഡ് ദെൻ യൂസിങ് ദ സൊല്യൂഷൻ ടു ഹെൽപ്പ് വിത്ത് കോംപ്ലക്സ് പാർട്ട്. അത് ആദ്യം നമ്മൾ പ്രോബ്ലം നമ്മളെ മുമ്പിലുണ്ടായിരിക്കും. പ്രോബ്ലത്തിന് എന്ത് ചെയ്യും, നമ്മൾ പല പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യും പ്രോബ്ലത്തിന്. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിലെ ഏറ്റവും സിമ്പിൾ പാർട്ട് ഓഫ് പ്രോബ്ലം എന്ത് ചെയ്യും, നമ്മൾ ആദ്യം സോൾവ് ചെയ്യും. ഓരോ പ്രോബ്ലം ഇങ്ങനെ സോൾവ് ചെയ്തിട്ട് ആദ്യം ചെറിയ പ്രോബ്ലം സോൾവ് ചെയ്തതിനു ശേഷം വലിയ പ്രോബ്ലം കിടക്കും. അങ്ങനെ സിമ്പിൾ നിന്ന് കോംപ്ലക്സ് പ്രോബ്ലത്തിലേക്ക് പോവാന്നുള്ളതാണ് അടുത്ത മെത്തേഡ്. പ്ലാനിങ് സ്ട്രാറ്റജി, ഇതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള പ്രോബ്ലം സോൾവിങ് മെത്തേഡുകളാണ്, ഹ്യൂറിസ്റ്റിക്സുകളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു പോകണം. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യനിൽ തന്നെ വരുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിലുള്ള പല ഭാഗങ്ങളും ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നുണ്ട്. ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ് സ്കില്ല്. ഒരാൾക്ക് ഒരു പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് ഒരാൾക്ക് ഉണ്ടാവേണ്ട ക്രിയേറ്റീവ് സ്കില്ലുകൾ ഏതൊക്കെയാണ്, ഇതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ഓക്കെ, ഒന്നാണ് സെലക്റ്റീവ് എൻകോഡിങ് സ്കില്ല്. ഓക്കെ, ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ് റിക്വയർ 3 സ്കിൽസ് ദാറ്റ് ലീഡ് ടു ഇൻസൈറ്റ്. പെട്ടെന്നൊരു സൊല്യൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പ്രധാനമായിട്ടും 3 സ്കില്ല് വേണമെന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്താണ് സെലക്റ്റീവ് എൻകോഡിങ് സ്കിൽ. എന്താണ് സെലക്റ്റീവ് എൻകോഡിങ് സ്കില്ല്? ഡിറ്റർമൈനിങ് which information is relevant to the problem and separating them from useless information. നമ്മളെ മുമ്പിൽ ഒരു പ്രോബ്ലം വന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോളേജിലൊരു സംഘർഷം നടക്കുകയാണ്. പ്രിൻസിപ്പളെ മുമ്പിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടി. ഫസ്റ്റ് ഇയറും ഫൈനൽ ഇയറും തമ്മിലുള്ള സംഘർഷമാണ്, ഈഗോ ക്ലാഷാണ്, ഇന്ന സംഭവം ഉണ്ടാക്കി, അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, കുറേ ഇൻഫോർമേഷൻസ് മുമ്പിൽ വരും അല്ലേ. അതിൽ റെലവൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസും റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷനും സോർട്ട് ചെയ്തെടുക്കാനും ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കാനുള്ള സ്കില്ല് ഒരാൾക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതൊക്കെ ആരാ പറഞ്ഞാൽ നമുക്ക് പിന്നീട് പറയാം, ഇപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് മാത്രമേ പറയണുള്ളൂ. പിന്നെ സെലക്റ്റീവ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കവറിങ് എ നോവൽ വേ ഓഫ് കമ്പൈനിങ് ദ എലമെൻറ്റ്സ് ഓഫ് പ്രോബ്ലംസ് ദാറ്റ് വി ആർ ഓൾറെഡി അവൈലബിൾ. ഇപ്പം നമ്മളെ മുമ്പിൽ പ്രോബ്ലം നമ്മളെ മുമ്പിലുണ്ട്. അപ്പം നമ്മളെ കയ്യിൽ കുറേ ഇൻഫോർമേഷൻസ് ഉണ്ട്, വ്യത്യസ്ത ഇൻഫോർമേഷൻസ്, കുട്ടികളെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഉണ്ട്, പാരൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഉണ്ട്, കോളേജിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഉണ്ട്, സൊസൈറ്റിയെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഉണ്ട്. നമുക്ക് കുറേ ഇൻഫോർമേഷൻ ഉണ്ട്. ഈ ഇൻഫോർമേഷനൊക്കെ നമുക്ക് നമ്മുടേതായ രീതിയിൽ കമ്പൈൻ ചെയ്തിട്ട് ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ കഴിയണം. ഏതുപോലെ, നമ്മൾ കിച്ചണിൽ പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം വെക്കണം, ചോറ് നമ്മൾ ഏതായാലും വെക്കുന്നുണ്ട്, കറിയായിട്ട് എന്ത് വെക്കും? അതിന് നമ്മൾ ഫ്രിഡ്ജ് തുറന്ന സമയത്ത് ഒരുപാട് പച്ചക്കറികളുണ്ട്, തക്കാളി ഉണ്ട്, വെണ്ടക്ക ഉണ്ട്, പച്ചമുളകുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് കുറേ പച്ചക്കറികൾ നമ്മളെ മുമ്പിലുണ്ട്. ഇത് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു സാധനം വെക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് കമ്പൈൻ ചെയ്ത് നമ്മുടേതായ ഒരു സാധനം, ഈ പച്ചക്കറി കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മുമ്പിൽ വരുന്ന ഇൻഫോർമേഷൻസ് ഓൾറെഡി ഉള്ള ഇൻഫോർമേഷൻ തന്നെയാണ്.
അത് ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ കമ്പൈൻ ചെയ്യാനുള്ള സ്കില്ലുണ്ടായിരിക്കണം. പിന്നെ അടുത്താണ് സെലക്റ്റീവ് കമ്പാരിസൺ. എന്താണ് സെലക്റ്റീവ് കമ്പാരിസൺ? യൂസിങ് എ മോഡൽ സൊല്യൂഷൻ encountered in the past and realizing it applies in new unforeseen way. നമ്മളെ മുമ്പിൽ അത് സിമ്പിളാണ്. നമ്മൾ എന്താണ് മുമ്പും ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുമ്പ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് നമ്മൾ ഇതേ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അതേ സാധനം ഇവിടെ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? മുമ്പത്തെ പ്രശ്നവും ഇന്നത്തെ പ്രശ്നവും നമ്മൾ കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ കഴിയണം. അതാണ് സെലക്റ്റീവ് കമ്പാരിസൺ എന്ന് പറയാം. ഇത് പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പെട്ടെന്ന് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ 20 ക്വസ്റ്റ്യനും പ്രോബ്ലം സോൾവിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് നേച്ചർ ഓഫ് പ്രോബ്ലം സോൾവിങ്. ഡിസ്കസ് ദ ടൈപ്പോളജീസ് ഓഫ് പ്രോബ്ലം സോൾവിങ് ആൻഡ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രോബ്ലം സോൾവിങ്. ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നേച്ചർ ഓഫ് പ്രോബ്ലം സോൾവിങ്, നേച്ചർ എന്ന് പറഞ്ഞാൽ സ്വഭാവമാണ്. പ്രോബ്ലം സോൾവിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം എന്താണ്? പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബ്ലം സോൾവിങ് എസെൻഷ്യലി എ മെൻ്റൽ പ്രോസസ് യൂസ്ഡ് വെൻ എ പേഴ്സൺ അറ്റംപ്റ്റ് ടു ഓവർകം ഡിഫിക്കൽട്ടീസ് ഒബ്സ്റ്റക്കിൾസ് ടു റീച്ച് എ ഡിസൈർഡ് ഔട്ട്കം ഓർ ഗോൾ. ഒരാൾക്ക് ഒരാളുടെ മുമ്പിൽ ഒരു ഇഷ്യൂ വന്നു, ഒരു പ്രോബ്ലം വന്നു, ഒരു സൊല്യൂഷൻ ആളുടെ മുമ്പിലുണ്ട്. പക്ഷെ അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഈ തടസ്സങ്ങളെ നീക്കിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴി കണ്ടെത്തുന്നതിനെയാണ് എന്ത് പറയാം? പ്രോബ്ലം സോൾവിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിനെ നോക്കാം. ഇറ്റ് കൺസിഡേർഡ് ദ മോസ്റ്റ് കോംപ്ലക്സ് ഓഫ് ആൾ ഇൻ്റലിജൻസ് ഫങ്ഷൻസ് ആൻഡ് മേജർ കോഗ്നിറ്റീവ് ബിഹേവിയർ. നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനായിട്ടാണ് ഈ പ്രോബ്ലം സോൾവിങ്ങിനെയും മനസ്സിലാക്കുന്നത്. പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് ഫംഗ്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ദ നേച്ചർ ഓഫ് പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ്ങിൻ്റെ സ്വഭാവം എന്താണ്? പ്രോബ്ലം സോൾവിങ്ങിൻ്റെ പ്രധാനപ്പെട്ട നേച്ചറിൽ ഒന്നാണെന്ത്? ഗോൾ ഓറിയൻറ്റഡ്. ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. പ്രോബ്ലം സോൾവിങ് ഈസ് ഡയറക്റ്റഡ് ത്രൂ പ്രോസസ് എയിമിങ് അറ്റ് റിമൂവിങ് ഒബ്സ്റ്റക്കിൾ ഓർ അച്ചീവ് എ ഗോൾ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരു ഗോൾ ഓറിയൻറ്റഡ് ടാസ്ക്കാണ് ഈ പ്രോബ്ലം സോൾവിങ്. അല്ലെങ്കിൽ നമ്മളൊരു പ്രോബ്ലം സോൾവിങ് ചെയ്യുമ്പോൾ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. അതിനാണ് എന്ത് പറയാം? ഗോൾ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തത് കോഗ്നിറ്റീവ് പ്രോസസ്സ്. കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. ഇതൊരു മെൻ്റൽ പ്രോസസ്സാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മെൻ്റൽ റെപ്രസെൻറ്റേഷനിലൂടെ, അതായത് നമ്മളെ മെമ്മറിയിലുള്ള ഇൻഫോർമേഷൻസ് വ്യത്യസ്ത രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സൊല്യൂഷനിൽ എത്തിച്ചേരുന്നത്. അതായത് നമ്മളെ ബ്രെയിനിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കും. ഈ ഇൻഫോർമേഷൻ നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ 3 രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് സൊല്യൂഷനിൽ എത്തിച്ചേരുന്നു. പിന്നെ ഇൻവോൾവ്സ് ചോയ്സ്. ബാരൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് ചോയ്സുകൾ എവിടെ ഉണ്ടാവും? ഇൻവോൾവ്സ് എഫേർട്ട് ടു ഡെവലപ്പ് ഓർ ചൂസ് എമംഗ് വേരിയസ് റെസ്പോൺസസ് ഇൻ ഓർഡർ ടു അറ്റൈൻ ഗോൾ. നമ്മൾ ഒരു പ്രോബ്ലത്തിന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും, ഒരുപാട് ചോയ്സ് ഉണ്ടായിരിക്കും. ഈ ചോയ്സിൽ നമ്മളെ ഗോൾ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ചോയ്സ് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ കഴിയണം. ഓക്കെ, ഇപ്പോൾ ഒരു സംഘർഷം നടക്കുകയാണ്, അതിന് ഒരുപാട് നമ്മളെ മുമ്പിൽ ഒരുപാട് ചോയ്സുകളുണ്ട്. ഈ ചോയ്സിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ചോയ്സ്, പിന്നെ ഒരു സംഘർഷമില്ലാത്ത രീതിയിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ഏത് ചോയ്സാണ് നല്ലത്? പോലീസിനെ വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? മൈൻഡ് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ ഇവരെ പാരൻസിനെ വിളിക്കാം. ഒരുപാട് ചോയ്സ് ഉണ്ടല്ലോ അല്ലേ? ഇതിൽ നിന്ന് ഈ വാരിയസ് റെസ്പോൺസിൽ നിന്ന് നമ്മളെ ഗോൾ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന റെസ്പോൺസ് എന്താണെന്ന് കണ്ടെത്തുന്നത് എന്താണ്? ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേച്ചറാണ്. പിന്നെ ഡുവൽ കോമ്പണൻറ്റ്. ഈ ഹ്യൂമൻ പ്രോബ്ലം സോൾവിങ് റിലൈസ് ഓൺ 2 റിലേറ്റഡ് പ്രോസസ്. ഈ പ്രോബ്ലം സോൾവിങ്ങിൽ 2 കാര്യങ്ങളുണ്ടായിരിക്കും, 2 കോമ്പണൻസ് ഉണ്ടായിരിക്കും. ഒന്നാണ് പ്രോബ്ലം ഓറിയൻറ്റേഷൻ, രണ്ടാമത് പ്രോബ്ലം സോൾവിങ് സ്കില്ല്. പ്രോബ്ലം ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
This refers to the person's attitude, motivation, emotion, approach to a situation. ഈ പ്രോബ്ലം ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പ്രോബ്ലം നമ്മളെ മുമ്പിൽ വന്നു, ആ പ്രോബ്ലത്തെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളെ ആറ്റിറ്റ്യൂഡ് എന്താണ്. ഈ പ്രോബ്ലം നമ്മളെ മുമ്പിൽ വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ നമ്മളെ മോട്ടിവേഷൻ എന്താണ്, നമുക്ക് ലക്ഷ്യത്തിലെത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്. ഇപ്പോൾ ആസ് എ പ്രിൻസിപ്പൽ കോളേജിൽ എന്ത് വേണം, ലോ ആൻഡ് ഓർഡർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ലോ ആൻഡ് ഓർഡർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, ഇതിന് സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, പണം, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ നമ്മളോട് ഒരാൾ പറഞ്ഞു തന്നിരുന്നു. ആ ആപ്പ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ പേയ്മെൻറ്റ് കിട്ടുക എന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ അതിനെ പേയ്മെൻറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ആ സൊല്യൂഷനിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മളത് മോട്ടിവേറ്റ് ചെയ്യും. പൈസ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ഒരു പ്രോബ്ലത്തെ നമ്മൾ എങ്ങനെയാണ്, അതിനോടുള്ള അപ്രോച്ച് എങ്ങനെയാണ്, അതാണ് ഒന്ന് പ്രോബ്ലം ഓറിയൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്താണ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ദിസ് റെഫേഴ്സ് ടു ദ ആക്ച്വൽ കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ സ്റ്റെപ്സ്. നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സ്റ്റെപ്പുകളെയാണ് എന്ത് പറയാം, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എന്ന് പറയും. അപ്പോൾ പ്രോബ്ലം സോൾവിങ്ങിന് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് പ്രോബ്ലം ഓറിയൻറ്റേഷൻ, രണ്ടാമത്തത് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. അപ്പോൾ ഇതാണ്. ഇനി അടുത്തത് നമുക്ക് ടൈപ്സ് ഇടയ്ക്ക് നല്ല ബ്ലേഡ് ആവുന്നുണ്ട്, അതേപോലെ ഇടയ്ക്ക് സൗണ്ട് കട്ടാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് മാത്രമാണോ എന്നറിയില്ല. ഓക്കെ, ഒരു മിനിറ്റ്. എല്ലാവർക്കും ഉണ്ട് സാറേ, എനിക്കും കിട്ടുന്നില്ല, ബ്ലേഡ് ആവുന്നുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. എനിക്ക് തോന്നുന്നത് റേഞ്ചിൻ്റെ പ്രശ്നമാണോ എന്നാണ്. ഓക്കെ, ഇപ്പോൾ ഓക്കെ അല്ലേ? റേഞ്ചിന്റെ പ്രശ്നമാണ്. ഇപ്പൊ ഓക്കെ ആണ്, പക്ഷെ അത് ഇടയ്ക്ക് ബ്ലേഡ് ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അടുത്തതാണ് ടൈപ്പോളജീസ് ഓഫ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രോബ്ലംസ് ഏതൊക്കെയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓക്കെ, മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തൊരു ടോപ്പിക്കാണ്. ഏതെല്ലാം തരത്തിലുള്ള പ്രോബ്ലംസ് ആണുള്ളത്. ഒന്നാമതായി നമുക്ക് ക്ലാരിറ്റി ബേസ്ഡ് ടൈപ്പോളജീസ്. ക്ലാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഒന്നാമത്താണെന്ത്, വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസ്. രണ്ടാമത്താണ് ഇൽ ഡിഫൈൻഡ് പ്രോബ്ലംസ്. പ്രശ്നങ്ങൾ രണ്ട് തരം. ഒന്ന് വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസ്, രണ്ടാമത്തെ ഇൽ ഡിഫൈൻഡ് പ്രോബ്ലംസ്. വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. വെൽ ഡിഫൈൻഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന പ്രോബ്ലം. ദോസ് പ്രോബ്ലംസ് ഹാവ് ക്ലിയർലി ഡിഫൈനബിൾ ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ഗോൾ സ്റ്റേറ്റ്. ഒരു പ്രോബ്ലം നമ്മളെ മുമ്പിൽ വന്നു, നമുക്ക് ഒരു എന്താണ്, ഇതിൻ്റെ ഈ സർക്കിളിൻ്റെ ഏരിയ കണ്ടെത്തണം. അത് നമ്മളെ പ്രോബ്ലമാണ്. അതിന് നമുക്ക് വാല്യൂസ് ഒക്കെ തന്നു, ഇക്വേഷൻസ് ഒക്കെ തന്നു. അപ്പോൾ സൊല്യൂഷനും നമ്മളെ മുമ്പിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലവും സൊല്യൂഷനും കൃത്യമായിട്ട് നമുക്ക് വെൽ ഡിഫൈൻഡ് ആണ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ്, അയാൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നതാണ്, ഒരു വൃത്തത്തിൻ്റെ ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ, അതിനുള്ള വാല്യൂസ് ഒക്കെ തന്നിട്ട്. അപ്പോൾ പ്രോബ്ലം നമ്മളെ മുമ്പിലുണ്ട്, സൊല്യൂഷനും നമ്മളെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഒരു വെൽ ഡിഫൈൻഡ് പ്രോബ്ലം ആണ്. അത് ക്ലിയർ ആണ്. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ആ വ്യക്തിക്ക് സൊല്യൂഷനിൽ എത്തിച്ചേരാൻ പറ്റും. ഉദാഹരണം നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറയാം. ഇൽ ഡിഫൈൻഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അതിനെക്കുറിച്ച് ക്ലിയർലി ഡിഫൈൻ ചെയ്യാത്ത പ്രോബ്ലത്തിനാണ് എന്താ പറയുക, ഇൽ ഡിഫൈൻഡ് പ്രോബ്ലം എന്ന് പറയാം. അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ്, ഗോൾ സ്റ്റേറ്റ്, എല്ലാത്തിനും രണ്ട് സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. ഒന്നെന്താണ്, ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോബ്ലം സ്റ്റേറ്റ്. പ്രോബ്ലത്തിനെയാണ് എന്ത് പറയാം, ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയാം. പിന്നെ സൊല്യൂഷനെയാണ് എന്ത് പറയാം, ഗോൾ സ്റ്റേറ്റ് എന്ന് പറയാം. ഈ പ്രോബ്ലം സ്റ്റേറ്റും സൊല്യൂഷൻ സ്റ്റേറ്റും വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യാത്ത പ്രോബ്ലത്തിനെയാണ് എന്ത് പറയാം, ഇൽ ഡിഫൈൻഡ് പ്രോബ്ലം എന്ന് പറയാം. ഓക്കെ, ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലം ആണെന്ത്, കോളേജിൽ ഒരു സംഘർഷം നടക്കുന്നുണ്ട്,
അപ്പം എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം നടക്കുന്നത്, ഈ സംഘർഷം നടക്കുന്നത് വ്യക്തമായിട്ട് പറയാൻ കഴിയും. അതിന് വ്യത്യസ്ത ആംഗിൾ ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ വൃത്തത്തിൻ്റെ ഏരിയ കണ്ടെത്തിയ പോലെയൊന്നല്ല, ഇതിന് വ്യക്തമായ വ്യത്യസ്ത ആംഗിൾ ഉണ്ടാവും. കുട്ടികളുടെ ഇടയിലുള്ള ഈഗോ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞ കുറേ കാരണങ്ങളുണ്ട്. അപ്പം സൊല്യൂഷനും വ്യക്തമായിരിക്കില്ല. അപ്പോൾ ഇതിനാണ് എന്ത് പറയുക, ഇൽ ഡിഫൈൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളാണ്. ഇനി ഗ്രീനോ എന്ത് ചെയ്യുന്നുണ്ട്, വെൽ ഡിഫൈൻഡ് പ്രോബ്ലത്തിനെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഗ്രീനോ ഈ വെൽ ഡിഫൈൻഡ് പ്രോബ്ലത്തെ എങ്ങനെ പരിഹരിക്കാം, 3 സ്റ്റേജുകൾ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഗ്രീനോ സജസ്റ്റഡ് ക്ലാരിഫൈയിങ് വെൽ ഡിഫൈൻഡ് പ്രോബ്ലം ഇൻടു 3 ടൈപ്സ് ബേസ്ഡ് ഓൺ റിക്വയർഡ് സൈക്കോളജിക്കൽ സ്കിൽസ്. ഒന്നാമത് ഇദ്ദേഹം പറയുന്നത് പ്രോബ്ലം അറേഞ്ച്മെൻറ്റ്. ഓക്കെ, ഒരാൾ വെൽ ഡിഫൈൻഡ് പ്രോബ്ലത്തിലേക്ക് ഒരു വെൽ ഡിഫൈൻഡ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന സമയത്ത് ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒന്നാമത് പ്രോബ്ലം അറേഞ്ച്മെൻറ്റ്. സോൾവർ മസ്റ്റ് റീഅറേഞ്ച് ഓർ റീകമ്പൈൻ ദ എലമെൻറ്റ്സ് ഇൻ എ വേ ദാറ്റ് സാറ്റിസ്ഫൈ സ്പെസിഫിക് കോമ്പിനേഷൻ. ഇപ്പം നമ്മൾ ഒരുപാട് അക്ഷരങ്ങൾ സിമ്പിളായിട്ട് പറയാം. ഇപ്പം നമ്മളെ കയ്യിൽ എന്താണ്, എ പി പി എൽ ഇ ഇങ്ങനെ കുറേ അക്ഷരങ്ങളുണ്ട്, കുറേ കാർഡുകളുണ്ട്. ഈ കാർഡുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ചോദ്യവും നമ്മളെ മുമ്പിലുണ്ട്, ഇതിൽ നിന്നൊരു വാക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ചോദ്യം നമ്മളെ മുമ്പിലുണ്ട്, ഉത്തരം നമ്മളെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതിനെ കൃത്യമായ രീതിയിൽ റീഅറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ റീകമ്പൈൻ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും, എ പി പി എൽ ഇ അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാൻ കഴിയണം. അപ്പം പ്രോബ്ലത്തെ ഒരു കൃത്യമായ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ കഴിയുക. ഇക്വേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെ ഒരു ഇക്വേഷനെ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യണം, റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാലേ സൊല്യൂഷനിലെത്താൻ പറ്റുള്ളൂ. രണ്ടാമത് പ്രോബ്ലംസ് ഇൻഡ്യൂസിങ് സ്ട്രക്ചർ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ സോൾവർ മസ്റ്റ് ഐഡൻറ്റിഫൈ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് എമംഗ് പ്രസൻറ്റഡ് എലമെൻറ്റ്സ് ആൻഡ് ദെൻ കൺസ്ട്രക്ട് എ ന്യൂ റിലേഷൻഷിപ്പ് എമംഗ് ദം ഇൻ ദ ഫൈൻഡ് ദ സൊല്യൂഷൻ. അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മളൊരു ഇക്വേഷൻ ഓൾറെഡി നമ്മൾ πr² എന്ന് പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞല്ലേ, ഒരു വൃത്തത്തിൻ്റെ ഏരിയ കണ്ടെത്താൻ വേണ്ടി ഇക്വേഷൻ πr². അപ്പോൾ πr² ആണ് വൃത്തത്തിൻ്റെ ഏരിയ. അത് ഓൾറെഡി നിലവിലുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്, വൃത്തത്തിൻ്റെ ഇത് πr² ആണ്. അപ്പോൾ അതിന് നമുക്ക് തന്ന വാല്യൂസ് ഉണ്ടായിരിക്കും. r എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, പൈയുടെ വാല്യൂ എന്തായാലും കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ആ വാല്യൂ വെച്ചുകൊണ്ട്, പുതിയ ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ സൊല്യൂഷനിലേക്ക് കണ്ടെത്തണം. അപ്പോൾ നിലവിലുള്ള എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പും മനസ്സിലാക്കണം, പുതിയ റിലേഷൻഷിപ്പും മനസ്സിലാക്കണം. പിന്നെ അടുത്തതിലേക്ക് പോവാം, പ്രോബ്ലം ഓഫ് ട്രാൻസ്ഫോർമേഷൻ. പ്രോബ്ലം ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾവർ മസ്റ്റ് ഫൈൻഡ് എ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ടു ട്രാൻസ്ഫോം ദ ഇനീഷ്യൽ സ്റ്റേജ് ടു ഗോൾ സ്റ്റേജ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ πr² എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിലൂടെ ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആൻഡ് സ്റ്റേജസ് ഉണ്ടായിരിക്കും. ആ സ്റ്റേജസിലൂടെ കടന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഫൈനൽ സൊല്യൂഷനിലെത്താൻ പറ്റുള്ളൂ. അതാണെന്ത് ഈ പ്രോബ്ലം ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ ടേംസ് ഇയാൾ പറഞ്ഞതാണ്, ഗ്രീനോയുടെ തിയറിയാണ്. ഗ്രീനോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ വാക്കുകൾ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ എഫക്റ്റ് ചെയ്യും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഫാക്ടേഴ്സ് ഇൻഹറൻറ്റ് ഇൻ പ്രോബ്ലം. അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള നേച്ചർ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ആ പ്രോബ്ലത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന കുറേ കാര്യങ്ങളാണിത് ഇൻഹറൻറ്റ് പ്രോബ്ലംസ് എന്ന് പറയാം. ഡിഫറൻറ്റ് ബിറ്റ്വീൻ സ്റ്റേജ്, അതിൻ്റെ ഉള്ളിലുള്ള വ്യത്യസ്ത പ്രോബ്ലത്തെ രണ്ടോ മൂന്നോ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലത്തിൻ്റെ വ്യത്യസ്ത ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ള വ്യത്യസ്ത ഡിഫറൻസ്, അതുപോലെ ഇനീഷ്യൽ സ്റ്റേറ്റും ഗോൾ സ്റ്റേജും തമ്മിൽ ഡിഫറൻസ്, ഇതൊക്കെ അതിൽ വരുന്നതാണ്. പിന്നെ കോഗ്നിറ്റീവ് ആൻഡ് സൈക്കോളജിക്കൽ ഇംപെഡമെൻറ്റ്സ്. കോഗ്നിറ്റീവ് ആയിട്ടുള്ള തടസ്സങ്ങൾ. ഒന്നാമത്തെ മെൻ്റൽ സെറ്റ് അല്ലെങ്കിൽ മൈൻഡ് സെറ്റ്. നമ്മൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണത്, ദിസ് ഈസ് എ ടെൻഡൻസി ടു സെറ്റ് എ മൈൻഡ് ഇൻ ടു റൂട്ടീൻ അപ്രോച്ച്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുള്ളൂ എന്നുള്ള നമ്മളെ മൈൻഡ് സെറ്റ്. ഇപ്പോൾ നമ്മുടെ മുമ്പിലൊരു പ്രോബ്ലം വന്നു, നമ്മൾ സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതെന്താണ്, അതൊരു
പ്രോബ്ലമാണ്, അതൊരു തടസ്സമാണ്. ഫങ്ഷണൽ ഫിക്സഡ്നെസ്, നമ്മൾ അതുപോലെ തന്നെ നമ്മൾ എന്താണ് കസ്റ്റമറി ആയിട്ട് നമ്മൾ എങ്ങനെയാണോ മുൻപ് ചെയ്തിരുന്നത് അതേ രീതിയിൽ തന്നെ പുതിയൊരു സൊല്യൂഷൻ ഇല്ലാതെ സ്പെസിഫിക് ടൈപ്പ് ഓഫ് മെൻ്റൽ സെറ്റ് റെഫേഴ്സ് ടു ദ ടെൻഡൻസി ടു പെർസീവ് ഒബ്ജക്ട്സ് വിത്ത് ഓൺലി ദെയർ കസ്റ്റമറി ആൻഡ് സ്റ്റീരിയോടൈപ്പിക്കൽ യൂസ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ഉപയോഗങ്ങളുണ്ട്, ആ രീതി മാത്രം ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂഷനിൽ എത്തിച്ചേരുന്ന രീതിയാണെന്ന് പറയുക ഫങ്ഷണൽ ഫിക്സഡ്നെസ്. ഓരോന്നുകൊണ്ടും വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള സൊല്യൂഷൻസ് ഓരോ ഘടകം കൊണ്ടും ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാതെ സാധാരണ ചെയ്യുന്ന രീതി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാം. ഉദാഹരണം പറയാം, വീട്ടിൽ പൈപ്പ് പൊട്ടി കഴിഞ്ഞാൽ പുതിയ പൈപ്പ് ഫിറ്റ് ചെയ്യുക മാത്രമേ അതിന് സൊല്യൂഷൻ ഉള്ളൂ. അപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വല്ല പേപ്പറോ കടലാസോ ഒക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, അടക്കാൻ വെക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, കവർ ഇടുന്നത് വേറെ ഉപയോഗത്തിന് സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ടാണ്, പേപ്പർ എഴുതാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിനൊറ്റ ഫംഗ്ഷനുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ വസ്തുക്കൾക്കും ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ഫങ്ഷൻസ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് ഒരു പ്രോബ്ലം സോൾവിങ്ങിനൊരു തടസ്സമാണ്. ഇൻകംപ്ലീറ്റ് ആൻഡ് ഇൻകറക്റ്റ് റെപ്രസെൻറ്റേഷൻ, നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പൂർണ്ണമായിട്ടും ധാരണ ഇല്ലാത്തത് ഒരു തടസ്സമാണ്. ലാക്ക് ഓഫ് എക്സ്പെർട്ടൈസ്, നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് എക്സ്പേർട്ട് അല്ലാത്തത് മറ്റൊരു തടസ്സമാണ്. പിന്നെ മറ്റു കുറേ കാരണങ്ങളുണ്ട്, ഇൻഅപ്രോപ്രിയേറ്റ് പ്രോബ്ലം, ഇൻസഫിഷ്യൻ ഇൻഅക്യുറേറ്റ് ഇൻഫോർമേഷൻ, നമുക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായി ധാരണ ഇല്ലാത്തത്, തെറ്റായ ഇൻഫോർമേഷൻ കിട്ടുന്നത്, ഇതൊക്കെ ഇതിന് കാരണമാണ്. ഇനി നമുക്ക് ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇനിയുള്ള ക്വസ്റ്റ്യനൊക്കെ ഏകദേശം സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷേ ഇതിൽ എന്തിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ കൊടുത്ത സമയത്ത് വ്യത്യസ്ത രീതിയിലാണ് എന്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിക്സഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, പല ഭാഗങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, വായിച്ച് നോക്കണം. ഡിസ്ക്രൈബ് ദ സ്റ്റേജസ് ഓഫ് പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസ്കസ് ദ സ്ട്രാറ്റജീസ് ഓഫ് സോൾവിങ് പ്രോബ്ലംസ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റേജസ് ഓഫ് പ്രോബ്ലം സോൾവിങ്. നമ്മൾ സ്ട്രക്ചറൽ കോമ്പണൻറ്റും പഠിച്ചു, എന്താണ് പ്രൊസീജിയറൽ കോമ്പണൻറ്റും പഠിച്ചു. അതിൽ ഇനീഷ്യൽ സ്റ്റേറ്റ് പറഞ്ഞു, ഓപ്പറേറ്റേഴ്സ് പറഞ്ഞു, ഇൻ്റർമീഡിയറ്റ് പ്രോബ്ലം സോൾവിങ് പറഞ്ഞു, ഗോൾ അല്ല എൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു. ഇത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രോസസ് സ്റ്റേജ് പഠിച്ചു. പ്രോസസ് സ്റ്റേജിൽ വ്യത്യസ്ത രീതിയാണ്, പ്രിപ്പറേഷൻ ഉണ്ട്, ഇൻക്യുബേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇല്ലുമിനേഷൻ ഉണ്ട്, വെരിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് സ്ട്രക്ചറൽ രീതിയാണ്, ഒന്ന് പ്രോസസ് രീതിയാണ്. അപ്പോൾ നമ്മൾ സ്റ്റേജസ് ചോദിക്കുന്ന സമയത്ത് ഇത് രണ്ടും നിർബന്ധമായിട്ട് നോക്കുക. പിന്നെ സ്ട്രാറ്റജീസ് ഓഫ് പ്രോബ്ലം സോൾവിങ്, ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അൽഗോരിതം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക്, ഒരു സ്പെസിഫിക് വേ, ആ വേയിലൂടെ മാത്രം സഞ്ചരിച്ചുകൊണ്ട് സൊല്യൂഷനിൽ എത്തിച്ചേരുന്ന രീതിയാണ് എന്ത് പറയാം, അൽഗോരിതം എന്ന് പറയാം. അത് ഇക്വേഷൻ ഉദാഹരണമാണ്. ഇക്വേഷൻ ഒരു πr² എന്ന് പറഞ്ഞ ഇക്വേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സാധനത്തിന് കൃത്യമായിട്ട് ഏരിയ കണ്ടെത്താൻ പറ്റും. പിന്നെ അതുപോലെ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഉത്തരമല്ല, റൂൾ ഓഫ് തമ്പാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലം സോൾവിങ് ചെയ്യാൻ പറ്റും. പക്ഷേ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഒരു സൊല്യൂഷനിൽ എത്തിച്ചേരാൻ സാധാരണ ഉപയോഗിക്കുന്ന ഏതാണ്, ഹ്യൂറിസ്റ്റിക്സ് ആണ്. ഓക്കെ, ഇത് എന്താണ്, ഇത് ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യുന്നില്ല സൊല്യൂഷന്. പക്ഷേ ഹ്യൂറിസ്റ്റിക്സ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, സൊല്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നില്ല. പക്ഷേ അൽഗോരിതം സൊല്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ഹ്യൂറിസ്റ്റിക്സിനെ കുറിച്ച് പഠിച്ചു. മീൻ എൻഡ് അനാലിസിസ്, അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിളുകളൊക്കെ ഉണ്ട്. ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് കൊടുത്തിട്ടുള്ള റിയൽ ലൈഫ് എക്സാമ്പിളുകളും നിങ്ങൾ വായിച്ച് നോക്കണം. വ്യത്യസ്ത റിയൽ ലൈഫ് എക്സാമ്പിളുകളാണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമ്പിൾ ആഡ് ചെയ്യാൻ പറ്റും. അത് ഓർത്ത് വെക്കണം. പിന്നെ വർക്കിംഗ് ബാക്ക്വേർഡ്, പിന്നോട്ട് നോക്കുക. നമ്മൾ നേരെ ആൻസറിൽ നിന്ന്, ലക്ഷ്യത്തിൽ നിന്ന് പ്രോബ്ലത്തിലേക്ക് റിവേഴ്സ് വരാം. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ വായിച്ച് നോക്കാം. പിന്നെ അനലോജി, നമ്മൾ നേരത്തെ നമ്മളെ പ്രീവിയസ് എക്സ്പീരിയൻസിൻ്റെ ബേസിലുള്ള സൊല്യൂഷൻ. അതുപോലെ ടെസ്റ്റ് ടെക്നിക്ക്, നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ സൊല്യൂഷൻസ് ആദ്യം ലിസ്റ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുക, വീണ്ടും ടെസ്റ്റ് ചെയ്യാം. പിന്നെ അടുത്തതാണ് എക്സ്പ്ലെയിൻ ദ സ്പെസിഫിക് ടെക്നിക് ഫോർ പ്രോബ്ലം സോൾവിങ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ. ഇത് 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൽ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ സ്പെസിഫിക് ടെക്നിക്കുകൾ നമ്മൾ നേരത്തെ പഠിച്ചു, അതുതന്നെയാണ് ഇവിടെ ഉള്ളത്. ഒന്നെന്താണ് അൽഗോരിതം, അടുത്തതാണെന്ത് ഹ്യൂറിസ്റ്റിക്സ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അൽഗോരിതത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലം സൊല്യൂഷൻ ഗ്യാരണ്ടിയാണ്. ഇപ്പോൾ πr² എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉത്തരം ഗ്യാരണ്ടിയാണ്.
പക്ഷേ ഹ്യൂറിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കോളേജിലൊരു സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ അത് ഗ്യാരണ്ടി അല്ല. നമ്മൾ പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മാത്രമേ എന്ത് ചെയ്യണം നമുക്ക് സൊല്യൂഷനിൽ എത്താൻ പറ്റുള്ളൂ. ഈ ഹ്യൂറിസ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, അത് റെഫർ ചെയ്യണം. പിന്നെ പലതരത്തിലുള്ള ഹ്യൂറിസ്റ്റിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾ നോക്കുക. ഓക്കെ, ഇത് ഒന്നിലധികം പ്രാവശ്യം എക്സാമിന് ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, 100% ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, നോക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രോബ്ലം സോൾവിങ്. സ്റ്റേജസ് ആൻഡ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രോബ്ലം സോൾവിങ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് വീണ്ടും എന്ത് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. സ്ട്രക്ചറൽ കോമ്പണൻസ് ഉണ്ട് ഇവിടെ. ഈ ആൻസറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആൻസർ ആണെന്ന് കരുതി നിങ്ങൾ ഒരിക്കലും വായിക്കാതിരിക്കരുത്. ഇതിൽ എക്സ്ട്രാ പോയിന്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് മാത്രമല്ല, ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറിലും വ്യത്യസ്ത കാറ്റഗറി ആയിട്ടാവും എന്ത് ചെയ്യുക, ആൻസർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ചില കാര്യങ്ങൾ ഒന്നിൽ കൊടുത്തിട്ടുണ്ടാവും, മറ്റേൽ ചിലപ്പോൾ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടാണ് ആൻസർ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളത് റെഫർ ചെയ്യുക. പിന്നെ പ്രോസസ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ അതിൽ സ്ട്രാറ്റജീസും ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അൽഗോരിതം, അതേപോലെ തന്നെ ഹ്യൂറിസ്റ്റിക്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടേബിളിൽ നോക്കുക, ടേബിളിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ടായിരിക്കും, അത് നിങ്ങൾ റെഫർ ചെയ്യാം. പിന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രോബ്ലം സോൾവിങ്. ഒരുപാട് ഈ പ്രോബ്ലം സോൾവിങ്ങിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഈ തടസ്സങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത് ഇൻഹറൻറ്റ് പ്രോബ്ലം ക്യാരക്ടറിസ്റ്റിക് അതായത് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന പ്രോബ്ലംസ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, കോഗ്നിറ്റീവ് ആൻഡ് സൈക്കോളജിക്കൽ ഇംപെഡിമെൻറ്റ്സ്, നമ്മളെ മൈൻഡ് സെറ്റ്, നമ്മളെ കാഴ്ചപ്പാട്, അതുപോലെ തന്നെ ഫങ്ഷണൽ ഫിക്സഡ്നെസ്, അതൊക്കെ നമ്മൾ ഇൻകംപ്ലീറ്റ് ആൻഡ് ഇൻകറക്റ്റ് റെപ്രസെൻറ്റേഷൻ, ഇതൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ലാക്ക് ഓഫ് സ്പെസിഫിക് നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ്, പിന്നെ ഫെസിലിറ്റേറ്റ്സ് ഫോർ സക്സസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതല്ല. നേരത്തെ പറഞ്ഞ ഇതിൻ്റെ സൊല്യൂഷനാണ് ഓവർകമ്മിങ് ഇംപെഡിമെൻറ്റ്സ്. ഈ പ്രോബ്ലംസിനെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യാം, അതാണ് അടുത്തത്. ബി മെത്തഡോളജിക്കൽ. ഒന്നാമത് ഒരു പ്രോബ്ലം നമ്മളെ മുമ്പിൽ വരുന്ന സമയത്ത് ഒരു പ്രോപ്പർ മെത്തേഡ്, ഒരു സിസ്റ്റമാറ്റിക് വേയിലൂടെ ഉത്തരത്തിലേക്ക് എത്തണം. അതാണ് മെത്തഡോളജിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് പ്ലാൻ എക്സ്പ്ലിസിറ്റ്ലി. വ്യത്യസ്ത സ്റ്റേജുകളും സ്റ്റെപ്പുകളുമുള്ള ഒരു പ്ലാൻ എന്ത് ചെയ്യണം, തയ്യാറാക്കണം. മോണിറ്റർ ആൻഡ് കൺസൾട്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോണിറ്റർ പ്രോഗ്രസ്, റിഫൈൻ ദ പ്ലാൻ വെൻ ഔട്ട്കം ആർ അൺസാറ്റിസ്ഫാക്ടറി ആൻഡ് കൺസൾട്ട് വിത്ത് ഓദർ. നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സ്റ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത സ്റ്റേജുകൾ ഉണ്ടായിരിക്കും. ഈ സ്റ്റേജുകൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അൺസാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ റിവൈസ് ചെയ്യണം, എന്നിട്ട് മുന്നോട്ട് പോകണം. യൂട്ടിലൈസ് ക്രിയേറ്റീവ് സ്കിൽസ്. ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ക്രിയേറ്റീവായിട്ടുള്ള സ്കിൽസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, സൊല്യൂഷനിൽ എത്തിച്ചേരണം എന്നാണ് ഇതിൽ പറയുന്നത്.